2021 പുതുവത്സരം ജനുവരി 1 വെള്ളിയാഴ്ച ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. യുഎഇയുടെ പ്രതിദിന രോഗബാധയുടെ കണക്ക് പരിശോധിച്ചാൽ റെക്കോർഡിൽ എത്തി നിൽക്കുന്ന ദിവസങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതലായി പ്രകടമായ ദിവസങ്ങളിലൊന്നാണ് ഈ ജനുവരി 1 എന്ന കാര്യം അറിഞ്ഞിരിക്കണം. 1.5 ലക്ഷം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് 1856 അല്ലേ 1856 എന്ന് കണക്ക് വന്നിരിക്കുന്നത്. 1577 പേർ റിക്കവറി ആവുകയും ചെയ്തു. 2 പേർ മരിച്ചു. മൊത്തം മരണസംഖ്യ 671. കണക്ക് അവിടെ നിൽക്കട്ടെ. ഒത്തിരി ഇളവുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ദുബായ് ബിസിനസ് നടത്തുന്നവർക്ക്, അതുപോലെ തൊഴിൽ രംഗത്ത് പുതുതായിട്ട് വന്നു ചേരുന്നവർക്ക്. വിസയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ അടുക്കിലെത്തില്ല, നമ്മുടെ മനസ്സിലേക്ക് എത്തില്ല. ഉദാഹരണത്തിന്, ബിസിനസ് നടത്തുന്ന ഒരാൾ അവർ പറയും, ഞങ്ങൾ 25 വർഷമായിട്ട് 30 വർഷമായിട്ട് ബിസിനസ് നടത്തുന്നു. പക്ഷേ ഒരു ബിസിനസ് റിന്യൂ ചെയ്യാൻ വേണ്ടി പേയ്മെന്റ് വൗച്ചർ കയ്യിൽ കിട്ടുമ്പോൾ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കാശ് അടയ്ക്കുന്ന നേരം നമ്മൾ ആരും കരുതില്ല ഇതിൽ കുറച്ച് കാശ് വിട്ടുവീഴ്ച ചെയ്ത് കിട്ടാനുള്ള അവസരം എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഏജൻസികളും ബിസിനസ് സെറ്റപ്പ് സ്ഥാപനങ്ങളും ഈ യുഎഇയിലുണ്ട്, ദുബായിലുണ്ട്. ഇന്ന് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇത് പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക കമ്പനിയെ കുറിച്ചാണ്. നിങ്ങൾക്കിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ 500 ദിർഹത്തിന്റെ പളവളപ്പുള്ള ഒരു കറൻസി നോട്ട് കൈക്കലാക്കാം. ക്യാഷ് സമ്മാനം നേടാം. ECH എന്ന സ്ഥാപനത്തിന്റെ വക അൽത്വാർ സെന്ററിലെ, ദുബായ് കിസൈസിലെ അൽത്വാർ സെന്റർ നൽകുന്ന 500 ദിർഹം. ഈ 500 ദിർഹം എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ഈ പറയപ്പെടുന്ന ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ ECH എന്ന് ടൈപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇടും. 500 ദിർഹം അടുത്ത ദിവസം നമുക്ക് പ്രഖ്യാപിച്ച് ECHന്റെ ഓഫീസിൽ പോയി അൽത്വാർ സെന്ററിൽ പോയിട്ട് വാങ്ങാം. ഇത് പറയുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുമായി ഗവൺമെന്റിന്റെ ഒരു പേയ്മെന്റ് വൗച്ചർ നമുക്ക് കിട്ടിയാൽ അതിൽ ഡബിൾ ടാക്സേഷൻ ഉണ്ടോ, 2 ഓഫീസ് എടുത്തോ, അല്ലെങ്കിൽ 2 നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള രേഖയിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഡബിൾ ടാക്സേഷന് വിധേയമായിട്ടുണ്ടോ, ഇതൊക്കെ സൂക്ഷ്മദർശിനി വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അത് ആ വൗച്ചർ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ECHലെ ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളുകൾക്കറിയാം ഇതിൽ എത്ര കുറച്ച് കിട്ടും, വരൂ കൂടെ വരൂ, ഞങ്ങൾ സുതാര്യമായിട്ട് ആ കുറച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേർക്ക് ഇങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ കിട്ടിയതാണ്. ഞങ്ങൾ മുമ്പും സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ECH ഇന്ന് ദുബായ് വാർത്തയുമായി ചേർന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യ പ്രഖ്യാപനവും സമ്മാനം കറൻസിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ഭാഗ്യമുള്ള ഒരാൾക്ക് 500 ദിർഹം കിട്ടട്ടെ. അതുപോലെ മറ്റുള്ള ഭാഗ്യം ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ പേയ്മെന്റ് വൗച്ചറിൽ കുറവ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തിനും വിളിക്കാവുന്ന നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ. ECHന്റെ 056 915 9191 056 915 91 91. അതിൽ വിളിച്ചാൽ കിട്ടും. നേരത്തെ തന്നെ ECHനെ കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലേക്കുള്ള ബിസിനസ് അടക്കം ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ECH അത്ഭുതം എന്നതുപോലെ ഏറ്റവും കുറഞ്ഞ കാശിന് വിസ അടക്കം, കമ്പനി അടക്കം കിട്ടുമെന്ന് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച, അത് പിന്നീട് എല്ലാവരും ഫോളോ ചെയ്യുന്ന രൂപത്തിലായ, എപ്പോഴും മാതൃകാപരമായി മുന്നോട്ട് നീങ്ങുന്ന, ഈ കോവിഡ് കാലഘട്ടത്തിൽ ആദ്യമായൊരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് കൊണ്ടുവന്ന, ഇവിടുന്ന് പോയ 100 കണക്കിന് ആളുകൾക്ക് പേർഷ്യൻ പെട്ടി എന്ന് പറഞ്ഞ സമ്മാനപ്പെട്ടി കൊടുത്തയച്ച ആ പ്രസ്ഥാനം മിസ്റ്റർ ഇക്ബാൽ മാർക്കോണി നയിക്കുന്ന ആ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സന്തോഷം, അഭിമാനം. നാളെ 500 ദിർഹം കിട്ടുന്ന ആ വിജയി ആരാണെന്നറിയാൻ കൗതുകമുണ്ട്. ഇപ്പോൾ തന്നെ എഴുതി അയക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകളെ പിടികൂടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റഡാറുകൾ അബുദാബിയിൽ നിന്ന് കണ്ണു തുറന്നു. പല ആളുകൾക്കും SMS കിട്ടി. അതുമാത്രമല്ല, ഈ ഫോണിൽ സംസാരിച്ചു കൊണ്ടേ പോകൂ, ഒരു കൈ മാത്രം സ്റ്റിയറിംഗിൽ, മറുകൈ ഇങ്ങനെ ചെവിയിൽ വെച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. സ്പീക്കർ ഫോണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സാങ്കേതിക വിദ്യയോ ഒന്നും ഉപയോഗിക്കാതെ നേരിട്ട് ഫോണെടുത്ത് സംസാരിച്ചു പോകുന്ന ശീലം അങ്ങനെയുള്ളവരെയും കണ്ടുപിടിക്കും.
വേറൊരു കുഴപ്പമുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ കൈ കുറേ നേരം ഒരെണ്ണം സ്റ്റിയറിംഗിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നാലും വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കണം. അതിന് ഒരുപാട് നേരം ചെവി വേദനയോ വല്ലതും ഉണ്ടെങ്കിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. വണ്ടിയോടിൽ നിർത്തിയിടുക, വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കാനോ മറ്റോ ശ്രമിക്കുക, എന്നിട്ട് തുടർന്ന് യാത്ര പോവുക. അബുദാബി ക്യാമറ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. ഇന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞു ജനുവരി 1 മുതൽ. നാളെ ജനുവരി 2 മുതൽ അബുദാബിയിലെ ടോൾ ഗേറ്റുകളും പ്രവർത്തനക്ഷമമാകുന്നു. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഡാർബിലേക്ക് darb.itc.gov.a രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ പിഴയടയ്ക്കാൻ വേണ്ടി കാശ് കരുതി വെക്കുക. 100 ദിർഹം വേണം രജിസ്റ്റർ ചെയ്യാൻ. 50 ദിർഹം റീഫണ്ട് ആയിട്ട് നമുക്ക് ടോൾ ഗേറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെ കിട്ടുന്നതാണ്. അബുദാബിയിൽ 4 ഗേറ്റുകളാണുള്ളത്. രാവിലെയും വൈകുന്നേരവും പീക്ക് ടൈമിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 ദിർഹമാണ് ഇപ്രാവശ്യം കടക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഒരു ദിവസം 16 ദിർഹമാണ് മൊത്തത്തിൽ ഈടാക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ ആദ്യത്തെ വാഹനത്തിന് 200 എങ്കിൽ രണ്ടാമത്തെ വാഹനത്തിന് 150, മൂന്നാമത്തെ വാഹനത്തിന് 100 എന്നിങ്ങനെ സീലിംഗ് വെച്ചിട്ടുണ്ട് എന്ന കാര്യവും തിരിച്ചറിയുക. ഇന്ത്യ UK ഈ സെക്ടറിലെ സർവീസുകൾ ജനുവരി 8 ആരംഭിക്കും. കോവിഡ് കാലഘട്ടത്തിൽ പുതിയ വൈറസിനെ കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിലാണ് ഇന്ത്യ നിർത്തിവച്ചിരുന്നത്. ഇപ്പോൾ ഏതായാലും ജനുവരി 8 ആരംഭിക്കുമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. 1, ഈ പുതിയ വേരിയന്റുമായിട്ട് ആളുകൾ പൊരുത്തപ്പെട്ടു. 2, ഈ വാക്സിൻ കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് അറിയിപ്പ് വന്നപ്പോൾ ഒരു ബോധവൽക്കരണം നമുക്കുണ്ടായി. 3, അത്ര ഭീകരനല്ല ഈ വന്നിരിക്കുന്ന പുതിയ വേരിയന്റ് എന്ന അഭിപ്രായം വന്നപ്പോൾ നമുക്ക് കുറച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായി. അങ്ങനെയാണ്. എന്നാൽ സാധാരണ ഫ്ലൈറ്റുകൾ വന്ദേ ഭാരത് മിഷനോ അതിന്റെ തുടർച്ചയായിട്ടുള്ള എയർ ബബിൾ അഗ്രിമെന്റോ അല്ലാത്ത സാധാരണ ഫ്ലൈറ്റുകൾ തുടങ്ങുന്നത് ജനുവരി 31 വരെ നിർത്തിവെച്ചു എന്ന അറിയിപ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ തെർമൽ ചെക്കിംഗ്. നമ്മളൊരു ഷോപ്പിംഗ് മോളിലേക്ക് കയറുമ്പോൾ, റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉപകരണം വെച്ച് കമ്പ്യൂട്ടറിന്റെ പിറകിൽ നിന്നുകൊണ്ട് നമ്മൾ കയറി വരുമ്പോൾ പരിശോധിക്കുന്ന ആ സംവിധാനം ദുബായിൽ നിർത്തലാക്കി. വേണമെന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ദുബായിയുടെ ആത്മവിശ്വാസം ഈ തെർമൽ ചെക്കിങ്ങിനെയൊക്കെ കടത്തിവിട്ടുന്ന വിധത്തിൽ സജീവമാണ്. 1, മാർക്കറ്റ് പഴയതുപോലെ ഉഷാറായി. 1000കണക്കിന് 10000കണക്കിന് ആളുകൾ ഇന്നലെ അകലം പാലിച്ചുകൊണ്ട് 4000 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പ്രവർത്തിച്ചതും ന്യൂ ഇയറിന്റെ എല്ലാവിധ വിഷ്വൽസും ആസ്വദിച്ചതും നമ്മൾ കണ്ടതല്ലേ. ഇന്നലെ റെസ്റ്റോറന്റുകൾ രാത്രി നിറഞ്ഞ് കവിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നുച്ചയ്ക്ക് മലയാളികൾ നയിക്കുന്ന റെസ്റ്റോറന്റുകളടക്കം ഏറ്റവും സുന്ദരമായ കച്ചവടം നടന്നു എന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. റെസ്റ്റോറന്റുകളുടെ കാര്യം പറയുമ്പോൾ, ഈ റെസ്റ്റോറന്റുകളിൽ ഈ തെർമൽ ക്യാമറ വെക്കുന്നതിന് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഒന്നാമത് റെസ്റ്റോറന്റുകളിൽ സർവീസ് ചെയ്യാൻ പോലും ആളുകളില്ലാത്തൊരു കാലം. ഒത്തിരി ആളുകൾ ആ കോവിഡ് കാലഘട്ടത്തിലേക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഫ്ലൈറ്റ് തുറന്നപ്പോൾ ഇപ്പോഴൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞു പോയി. ഇനി അതേ പരിചയസമ്പന്നരായ ആളുകളെ തന്നെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ കൂട്ടത്തിലാണ് ഗവൺമെന്റ് നിയമം അനുസരിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ സ്ഥിരമായി പരിശോധിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത് ദുബായ് ഇന്നത്തോടുകൂടി അവസാനിച്ചപ്പോൾ വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞുകൊണ്ട് പല റെസ്റ്റോറന്റുകളും ഷോപ്പിംഗ് മോളുകളും ഇടത്തരം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളും ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. ഈ പല ഫോൺ സെറ്റുകളിൽ നിന്നും വാട്സപ്പ് അപ്രത്യക്ഷമാവുകയാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ എന്നാണ് വാട്സപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. അതിന് കാരണം ഈ പഴയ വെർഷൻ വാട്സപ്പ് നിർത്തുകയാണ്. അങ്ങനെ അതുമാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോൺ സെറ്റുകളിൽ ഇനി വർക്ക് ചെയ്യില്ല. ആൻഡ്രോയിഡ് 4.0.3 അതിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അതിലും പുതിയ സെറ്റുകളിൽ ഓക്കെയാണ്. iOSന്റെ കാര്യത്തിലാണെങ്കിൽ 9 മുതൽ മുകളിലോട്ട് ഓക്കെയാണ്. അല്ലാതെ iPhone 4 എന്ന് പറയുന്ന 4S, 5, 5S, 6S ഇതിലൊന്നും ഇനി വർക്ക് ചെയ്യില്ല എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ്രോയിഡിലാണെങ്കിൽ സാംസങ്ങിന്റെ ഗാലക്സി S2 ഉണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫോണാണ്. അതിൽ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. LGയുടെ ഓപ്റ്റിമസ് ബ്ലാക്ക് അതിൽ വർക്ക് ചെയ്യില്ല. മോട്ടറോളയുടെ ഡ്രോയിഡ് റൈസർ അതിലില്ല. HTCയുടെ ഡിസയറിലില്ല. ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫോണുകളാണ്. അതിലൊന്നും ഈ പുതിയ വെർഷൻ വാട്സപ്പ് വർക്ക് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്കൂ. ഈ ദുബായിൽ വാലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒരു കാർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗും
സീറ്റും പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിടണം എന്ന ശീലം ഇന്നത്തോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. എന്ത് ആശ്വാസമാണ്! എത്ര പേരാണ് അതിനുവേണ്ടി ജോലി ചെയ്യേണ്ടത് ഈ സമയത്ത്? അതൊക്കെ തൽക്കാലം ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ എന്നതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ജോലി കിട്ടാതെ ബുദ്ധിമുട്ടിലായിപ്പോയ, നാട്ടിൽ ജോലിയില്ല എന്നുള്ള കാര്യം പോലും അറിയിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു. ജോലി നഷ്ടപ്പെട്ട് തിരികെ പോവുകയാണ്, ഇനി 5-6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, എത്തിച്ചേരാൻ ഒരു ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനായ ഒരു മനുഷ്യസ്നേഹി, പലപ്പോഴും ഞങ്ങൾ അറിയാതെ വിളിച്ചിട്ട് ഇങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള ദുബായിലെ ഷാർജയിൽ ദെയ്ദ് എന്ന സ്ഥലത്ത് ഒരു ഇടത്തരം കച്ചവടവുമായി നടക്കുന്ന, എന്നാൽ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അർജന്റായി നാട്ടിൽ പോകേണ്ടി വന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പോവുകയും തിരിച്ചു വരികയും ചെയ്ത, പോകുമ്പോൾ തന്നെ പോകുന്ന തൻ്റെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും എത്ര പേരെ സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു. പേരൊരിക്കലും പറയരുത്, താനും ദൈവവുമായിട്ടുള്ള ഒരു ഇടപാടാണത് എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയുന്നതിൽ നിന്ന് ഞങ്ങളെ സ്നേഹം കൊണ്ട് വിലക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ അനിൽകുമാറിന് ഒരു ടിക്കറ്റ് കൊടുക്കാമെന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റു പലരും വന്നെങ്കിലും ഈ ദെയ്ദിലെ ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ആ മനസ്സ് നേരത്തെയും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ്. ഇങ്ങനെ കരുണാർദ്രമായ ഹൃദയവിശാലതയുള്ള സമസൃഷ്ടി സ്നേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള തത്വചിന്ത മനസ്സിൽ വെക്കുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ശാശ്വതമല്ല, പെട്ടെന്ന് മറികടന്നു പോകാം എന്നൊക്കെ കരുതിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഇത്തരം ആളുകളെ ഈ ദെയ്ദിലെ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ. ഇങ്ങനൊരു സന്മനസ് ഇന്നലെ ഡിസംബർ 31 രാത്രി നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഞങ്ങളിലേക്ക് സന്ദേശം വന്നു, ഞാൻ കൊടുക്കാം, എന്നെ കൊടുക്കാൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യവും ഞങ്ങൾ നേരുന്നു. അതുപോലെ അനിൽകുമാറിന് എന്നാണോ പോകേണ്ടത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ദുബായ് വാർത്ത ചെയ്യാൻ വേണ്ടി ഇടപെടുന്നതുമാണ്. ബ്രെക്സിറ്റ് കുറെ കാലമായി പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എനിക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ വന്നതും ഏതായാലും ഇന്ന് സമ്പൂർണമായ പൊക്കിൽ കൊടി ബന്ധം മുറിച്ചു. ബ്രിട്ടൻ പറയുന്നു ഞങ്ങൾ ഇപ്പോഴാണ് സ്വതന്ത്രരായത് എന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ഒരുപാട് വൈതരണി ഉണ്ടാകും എന്നവർ അറിയുന്നില്ല എന്ന് മറ്റുള്ളവരും പറയുകയാണ്. ഇതിനിടയിൽ ബ്രിട്ടനോട് ചേർന്ന് വാലുപോലെ കിടക്കുന്ന സ്കോട്ട്ലൻഡ് അവർ പറയുന്നു ഞങ്ങളിപ്പോൾ സ്വതന്ത്രരായ മട്ടിലാണ്, പക്ഷേ ഞങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഉടൻ വരും, സിനിമ റിലീസാവുന്ന പോലെ ഞങ്ങൾ ഉടൻ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു നിശ്ചിത സമയത്ത് ബ്രെക്സിറ്റ് ഉടമ്പടിയുടെ ഭാഗമായി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ പെട്ടില്ല. ഇനി ട്രാവൽ നിയമങ്ങളില്ല, ഒന്നിച്ചുള്ള ട്രേഡ് നിയമങ്ങളില്ല, ഇമിഗ്രേഷൻ നിയമങ്ങളില്ല, സെക്യൂരിറ്റി നിയമങ്ങളില്ല. യൂറോപ്യൻ യൂണിയൻ എന്ന പ്രസ്ഥാനത്തിന് ബ്രിട്ടന്റെ പങ്കാളിത്തവുമില്ല. മറ്റുള്ളവരെല്ലാം ഒരു ചേരി, ബ്രിട്ടൻ മാത്രം മറുചേരി. ബ്രിട്ടനിൽ ഈ പുതിയ വാക്സിനുമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ വിവാദമുണ്ട്. അധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയൊരു വിവാദം. ഇത് കേട്ടിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും ഒന്ന് ചിന്തിക്കണം. ഫൈസർ എന്ന കമ്പനി പറയുന്നു ഞങ്ങളുടെ 1ാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ഡോസ് നിങ്ങൾ 21 ദിവസം കൊണ്ട് എടുക്കണം. 21 ദിവസം കൊണ്ട് 2ാമത്തെ ഡോസ് എടുക്കണം. പക്ഷേ ബ്രിട്ടനിലെ വിദഗ്ധൻ പറയുന്നത് നിങ്ങൾ 3 ആഴ്ച അല്ല, ഈ 12 ആഴ്ച കഴിഞ്ഞെടുത്താലും മതി എന്നാണ്. ഫൈസർ പറയുന്നതിന് വിരുദ്ധമായിട്ട്. അപ്പോൾ ഫൈസർ പറയുന്നു ഇതവിടെ സാധനം കൊടുക്കാനില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് എന്ന്. സാധനം കിട്ടാനില്ല, വാക്സിൻ കിട്ടാനില്ല. ഇന്നിപ്പോ ഇന്ത്യ അംഗീകാരം കൊടുത്തു ആസ്ട്രാസെനെക്ക എന്ന് പറയുന്ന കമ്പനിക്ക്, ഓക്സ്ഫോർഡുമായിട്ട് ചേർന്ന് നിർമ്മിച്ചത്. ഞങ്ങൾ പലവട്ടം പറഞ്ഞു ഇതിനകത്ത് മറ്റുള്ളവരും ആസ്ട്രാസെനെക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. സാധാരണ ഫൈസറിന്റെ വാക്സിൻ ആണെങ്കിൽ, ബയോ എൻടെക്കിന്റെ വാക്സിൻ ആണെങ്കിൽ സംഭവിക്കുന്നത് വീര്യം കുറഞ്ഞ വൈറസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. അത് വില്ലൻ വൈറസ് വരുമ്പോൾ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്തിട്ട് തമ്മിലടുപ്പിക്കുന്നു, പുതിയ വൈറസിനെ കൊല്ലുന്നു. ഈ സിദ്ധാന്തമാണ് ഫൈസറിൻ്റെത്. എന്നാൽ ആസ്ട്രാസെനെക്ക പറയുന്ന ഓക്സ്ഫോർഡ് വാക്സിന്റെ പ്രത്യേകത നേരിട്ട് ആന്റിബോഡിയാണ് കുത്തിവെക്കുന്നത്. ഒരു വൈറസ് വരുമ്പോൾ ഈ ആന്റിബോഡി പെട്ടെന്ന് തന്നെ ഈ വൈറസുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു, വൈറസിനെ കൊല്ലുന്നു. ഈ 2 വ്യത്യാസങ്ങളുണ്ട്. ആസ്ട്രാസെനെക്കയ്ക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നു ബ്രിട്ടനും, ഇപ്പോൾ ഇന്ത്യയും. ആദ്യമായി ബുധനാഴ്ച മുതൽ മിക്കവാറും ആസ്ട്രാസെനെക്ക വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടും. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ്. പക്ഷെ ഗവൺമെന്റ് ഔപചാരികമായി പറഞ്ഞിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ, റോയിട്ടേഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കി കഴിഞ്ഞു. ഡ്രഗ് കൺട്രോളർ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന്.
അതിൻ്റെ പാഴ്സൽ വരാൻ തുടങ്ങുന്നു, അത് സ്റ്റോർ ചെയ്ത സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല ആരോഗ്യവത്തായ ആഹാരം കഴിക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത് എപ്പോഴും പറയും. അതിന് മറുപടിയായി 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സംരംഭം UAE എല്ലായിടത്തും, എല്ലാ മുക്കിലും മൂലയിലും, എല്ലാ ഗ്രോസറികളിലും, സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒന്നുപോലെ വിറ്റഴിക്കപ്പെടുന്ന പ്യുവർ എന്നതിന്റെ അർത്ഥം എന്താണോ അത് തന്നെയായിട്ടുള്ള വെജിറ്റേറിയൻ കാറ്റഗറിയിൽ വരുന്ന ഒരു ദോശമാവ്, ഇഡ്ഡലി മാവ്. അതിനെന്താ വെജിറ്റേറിയൻ എന്ന് പറയാൻ കാരണം? അങ്ങനെയുമുണ്ട്, അല്ലാതെ മറ്റു വിധത്തിലുള്ള യാതൊരു മാലിന്യങ്ങളും എന്നാണ് ഇതിൽ പറയുന്നത്. അതൊന്നും ചേരാത്ത ഒരു ദോശമാവ്, ഇഡ്ഡലി മാവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ സ്ക്രീനിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇന്നലെയും കണ്ടിട്ടുണ്ടാകും. ആര്യ. എന്തുകൊണ്ട് ആര്യ എന്ന ദോശമാവ്, ഇഡ്ഡലി മാവ് ചോദിച്ചുകൊണ്ട് UAE മുഴുവൻ ഇങ്ങനെ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ മറുപടി അതിന്റെ ആരോഗ്യവത്തായ ക്വാളിറ്റി തന്നെയാണ്, പ്യൂരിറ്റി തന്നെയാണ്, അതിന്റെ ഹെൽത്ത് ആസ്പെക്ട് തന്നെയാണ്, അതിന്റെ ടേസ്റ്റാണ്. അതൊരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കി ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച്, ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പോവുകയാണ്. ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ഇൻസ്റ്റന്റ് ഇഡ്ഡലി ദോശ വെറ്റ് മിക്സ്, അതില് ഗ്രോസറികളാവട്ടെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റാവട്ടെ ഓരോരുത്തർക്കും വിളിക്കുന്നവർക്ക് പ്രത്യേക സ്കീമുകളും ഓഫറുകളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ ധ്രുവത്തിലേക്ക് കമ്പനി പ്രവേശിക്കുകയാണ്. ഈ 10ാം വർഷത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ച എല്ലാ ഇടപാടുകാർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, നന്ദി സൂചകമായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആര്യ എന്ന ഇൻസ്റ്റന്റ് ഇഡ്ഡലി ദോശ വെറ്റ് മിക്സ്, ആ മാവ് ബാറ്റർ പറയുന്നത്. 050113549 050 11 35 49 2 1135492 ഇതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്കുള്ള പ്രത്യേക സ്കീം. ഇപ്പോൾ ഓരോ വീടുകളിലേക്ക് ചെറിയ ക്വാണ്ടിറ്റി വിളിച്ചാൽ കൊണ്ടുതരാൻ പറ്റില്ല. പക്ഷേ ഗ്രോസറികൾക്കും മറ്റും ഏറ്റവും മികച്ച ആദായ രൂപത്തിൽ, എന്നാൽ ഇടപാടുകാർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു UAE ഉടനീളം എന്ന് പറഞ്ഞിട്ടാണ് ആര്യ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ട, അതിന്റെ ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിക്കാൻ പാകത്തിലുള്ള പൊറോട്ട. ഒരുപക്ഷെ ഇന്ന് UAE ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പൊറോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് ആര്യയുടേതാണ്. അതും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഫ്റ്റീരിയകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗ്രോസറികൾക്കും വീട്ടുകാർക്കും ഒക്കെ വിളിക്കാം. തുർക്കി 4 ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി. 21,000-ലധികം മരണമായി. വിചാരിച്ചില്ല തുർക്കി. ജനുവരി 1, 2, 3, 4 തീയതികളിൽ കർഫ്യൂ ആണ്. അങ്ങോട്ട് ആരും പോകാൻ നോക്കണ്ട. ഈ അവധിക്കാലം നല്ല തണുപ്പ് കാലമാണ്. തുർക്കി, ഇസ്താംബൂൾ മനോഹരമാണ്. അങ്കാറ അതിനേക്കാൾ ചരിത്രപരമാണ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോകണ്ട. യൂറോപ്പിലും ഏഷ്യയിലുമായി ഒരു കാൽ യൂറോപ്പിലും ഒരു കാൽ ഏഷ്യയിലും ആയിട്ട് നിൽക്കുന്ന അപൂർവ രാജ്യം. പോകണ്ട. തുർക്കിയിൽ കർഫ്യൂ ആണ്. പേടിച്ചിരിക്കുകയാണ്. 4,991 കേസുകളെന്ന് കേരളത്തിൽ, 23 മരണവും. ചൊവ്വാഴ്ച സിനിമാ തിയേറ്ററുകൾ തുറക്കുകയാണ് എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വീട്ടിലേക്ക് സർവീസ് കൊണ്ടുപോകുന്നത് പോലെ പുതിയൊരു വിപ്ലവം കേരളത്തിൽ വരുന്നു. അവർ കൈപിടിച്ച് വടികുത്തി മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി ഓരോ ഓഫീസുകൾ ഇറങ്ങിക്കയറേണ്ട. വയോജനങ്ങളുടെ ആവശ്യമെന്താണ്? വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സർവീസ്. ഇന്ന് 10 പദ്ധതി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. അങ്ങനെ കേരളം പുതിയൊരു മോഡൽ സൃഷ്ടിക്കുകയാണ്. അത് ഫലവത്തായി നടപ്പിലാക്കിയാൽ വൻ വിജയം. അതുപോലെ അഴിമതി, ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ, RTO ഇവിടങ്ങളിലൊക്കെ എന്തെങ്കിലും കൈക്കൂലി ചോദിക്കാത്ത ആളുകളില്ല എന്നാണ് പൊതുവെ വെപ്പ്. അല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട് ഇപ്പോൾ. പക്ഷേ എവിടെയെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ആ വിവരം രഹസ്യമായിട്ട് അറിയിക്കൂ. UAE-ലൊക്കെ ഇങ്ങനെയുള്ള സർവീസ് ഉണ്ട്, ആംന സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ. രഹസ്യമായിട്ട് അറിയിച്ചാൽ ഒരു കമ്മിറ്റി ഉണ്ടാകും. ഒരാളെയും അറിയിക്കാതെ അത് എവിടെയാണോ കീടം അതിനെ നുള്ളിക്കളയാൻ വേണ്ട ഏർപ്പാട് ചെയ്യും. അഴിമതി എവിടെയുണ്ടോ നോക്കൂ. ദുബായിൽ ഒരു ആയുർവേദ സെന്റർ എന്ന് നമുക്ക് എടുത്തു പറഞ്ഞുകൂടാ, പക്ഷേ ഒരു സെന്ററിനെ പോലെ തന്നെ ആയുർവേദ മരുന്നുകളെല്ലാം കൊടുക്കുന്ന ഒരു വേദശാലയെന്നോ, വേദയെന്നാണ് അതിന്റെ പേര്, അതാണ് വേദശാല എന്ന് പറഞ്ഞത്. ആയുർവേദ മരുന്നുകളുടെ സമാഹാരമാണ് കിസേശ്വര ഡമാസ്കസ് സ്ട്രീറ്റിലുള്ള വേദ ആയുർവേദ. ഈ വേദയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഡോക്ടറുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. നമുക്കൊരു അസുഖത്തിന്റെ ലക്ഷണമുണ്ട്, വേദയിൽ വിളിച്ചു ചോദിക്കാം, അപ്പോൾ തന്നെ മറുപടി പറയും. മാത്രമല്ല
മരുന്ന് വേണമെങ്കിൽ വീട്ടിൽ എത്തിച്ചു തരും. ആ ചുറ്റുവട്ടത്തുള്ളവർ വേണം അങ്ങനെ എത്തിച്ചു തരൂ പെട്ടെന്നൊന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ സമയമെടുക്കും. 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം വേദ ആയുർവേദയ്ക്കുണ്ട്. വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമാണ്. ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം, വിളിച്ചിട്ട് പോകാം. 052-655-1955 ഈ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. എന്താണ് യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ് നമുക്ക് വേണ്ടത്, അതിന്റെ ചേരുവകൾ എന്താണ്, എപ്പോൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കൂടെ പഥ്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഒരു വേദശാല തന്നെയാണ് ആയുർവേദത്തിന്റെ വേദ. 052-655-1955 അല്ലെങ്കിൽ 04-261-0010 04-261-0010. സൗദിയിൽ നിന്ന് 7 പേർ മരിച്ചു. അതും ഒരു റെക്കോർഡിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വിചാരിച്ച പോലല്ല. മരണസംഖ്യ വളരെ കുറഞ്ഞു വരുന്നു. UAE 2 പേർ നേരത്തെ പറഞ്ഞു. ഖത്തറിൽ നിന്ന് മരണമില്ല. ഒമാനിൽ കണക്ക് വന്നിട്ടില്ല. കുവൈറ്റിൽ 2 പേർ മരിച്ചു. ബഹ്റിന്റെ കണക്ക് വൈകിയേ എത്തുകയുമുള്ളൂ. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ECH പറഞ്ഞ കാര്യം 500 ദിർഹം സ്വന്തമാക്കണോ? ഇപ്പോൾ തന്നെ ECH എന്നെഴുതി ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടും. നാളെ ഈ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പ്രത്യേക 500 ദിർഹം ക്യാഷിന്റെ അവകാശിയെ കണ്ടുപിടിക്കാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രഖ്യാപിച്ചത് ദേശീയ ദിനവുമായി ബന്ധപ്പെടുത്തി. ECH നിന്ന് സമ്മാനം കിട്ടിയ ഭാഗ്യവാൻ ഇപ്പോഴും ഞങ്ങളെ വിളിച്ചിട്ട് ആ സന്തോഷം, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സമ്മാനം ക്യാഷായിട്ട് കിട്ടുന്നത്. പിറ്റേന്ന് തന്നെ പ്രഖ്യാപിച്ച പിറ്റേന്ന് തന്നെ അദ്ദേഹം പോയി അത് വാങ്ങുകയും തന്റെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു എന്ന സന്തോഷം പങ്കുവച്ചപ്പോൾ ആ ആനന്ദത്തിൽ നിന്നാണ് മിസ്റ്റർ ഇക്ബാൽ മാർക്കോണി വീണ്ടും ഇങ്ങനെ ന്യൂ ഇയർ പ്രമാണിച്ച് 500 ദിർഹം പ്രേക്ഷകർക്ക് കൊടുക്കാമെന്ന് ദുബായ് വാർത്തയുമായി സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് വന്നത്. ഒപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഒരു പേയ്മെന്റ് വൗച്ചർ കിട്ടിയാൽ അതിൽ നമ്മൾ അറിയാതെ കുറയ്ക്കാൻ പറ്റിയ ചില അവസരങ്ങളുണ്ട്. അത് ECH അതിന്റെ വഴി പറഞ്ഞു തരും. 056-915-9191 അതിലേക്ക് വിളിച്ചിട്ട് പോയാൽ മതി. അതിൽ 500 കിട്ടട്ടെ, ബാക്കി കാര്യമെല്ലാം പിന്നീട്. എല്ലാവർക്കും ഒരു നല്ല വർഷം തന്നെ ആവട്ടെ. പതിവ് പോലെ എല്ലാവരും പറയും, പക്ഷേ 2020 നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ട് കുഴപ്പത്തിൽ ചാടിപ്പോയി. എന്നാൽ അതൊന്ന് പാഠം ഉൾക്കൊണ്ട് എന്ത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്തുള്ളവരായി നമ്മൾ മാറിയില്ലേ? ആ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് 2021 നമ്മുടെ സ്വപ്ന വർഷം തന്നെയായി യാഥാർത്ഥ്യമാകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ ജനുവരി 1 ഈ വെള്ളിയാഴ്ചത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.